ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്ത്യൻ ബൈക്ക് ഗെയിം അല്ല കളിക്കാൻ പോകുന്നത്, പുതിയൊരു ഗെയിമാണ്. ഇപ്പോൾ ഇതിൻ്റെ പേര് പറയുന്നത് ഇന്ത്യൻ തീഫ്റ്റ് ഗെയിമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബൊക്കെ ചെയ്തോളി. ഗായ്സ്, ഇവിടെ ഒരു വീടൊക്കെ കാണുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഗെയിമത്തെ അതിനെക്കാട്ടും വലിയ വീടാണ് തോന്നുന്നത്. ഗായ്സ്, ഇവിടെ ഡ്രസ്സിങ് ഒക്കെ ഉണ്ട്. സാധാരണ ഇന്ത്യൻ ബൈക്ക് ഗെയിമിലാണെങ്കിൽ നമുക്ക് ഫോണിൽ കൂടി വരുന്ന ഡ്രസ്സൊക്കെ മാറ്റല്. ഗൈസ്, നമ്മളെ GTA 5 പോലത്തെ ഓരോരോ ഡ്രസ്സുകളുണ്ട്. പിന്നെ ഗൈസ്, ഇവിടെ ഒരു ഗെയിമിങ് സെറ്റപ്പ് ഉണ്ട്. ഒരു ഗെയിമിങ് സെറ്റപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെയറൊക്കെയാണ് അവിടെ ഇട്ടിട്ടുള്ളത്. മോൾ ഭാഗം ഗൈസ് ഇങ്ങനെയാണ് കാണാനുള്ളത്. ഗൈസ്, ഇവിടെ ഒരു TV ഒക്കെ വരുന്നുണ്ട്. നമ്മളെ ഫോണിൽ നമുക്ക് ചീറ്റ് കോഡ് അടിക്കാം. പിന്നെ ഗൈസ്, ഇതിലും കുറേ ചീറ്റ് കോഡ് നമുക്ക് കാണിക്കും. കണ്ട, കാർ ചീറ്റ് കോഡ്, ബൈക്ക് ചീറ്റ് കോഡ്, ട്രക്ക് ചീറ്റ് കോഡ്, സൈക്കിൾ ചീറ്റ് കോഡ്, പോലീസ് ചീറ്റ് കോഡ്, NFC ചീറ്റ് കോഡ്, ഇൻഫിനിറ്റി ഹെൽത്ത് ചീറ്റ് കോഡ്, നെവർ വാണ്ടഡ് ചീറ്റ് കോഡ്, സൂപ്പർ റൺ ചീറ്റ് കോഡ്, സൂപ്പർ ജംപ്, എക്സ്പ്ലോഡ് ഓൾ വെഹിക്കിൾ, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഇതിൽ നമുക്ക് റെയിനിൻ്റെ ഓപ്ഷൻസ്. ഗൈസ്, TVൻ്റെ റിമോട്ട് ഗൈസ് നമുക്ക് ഓണാക്കി വെക്കാം. ഗൈസ്, ഹാപ്പി ബർത്ത്ഡേ സീന് എനിക്ക് ഇഷ്ടപ്പെട്ട്. ഗൈസ്, അപ്പോൾ പിന്നെ ഗൈസ്, ഇതിൽ നമുക്ക് ഓരോരോ ചീറ്റ് കോഡ് അടിക്കാൻ വേണ്ടി ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ വീട് മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്യാം. ഗൈസ്, കയറി ചെന്നത് ഹാളാണോ? അല്ല ഗൈസ്, ഇതിവിടെ കിച്ചണാണ്. നമ്മുടെ ഇന്ത്യൻ ബൈക്കിലെ വീട് 2 നിലയുണ്ട്, പക്ഷെ ഇതിനങ്ങനെ ഇല്ല. ഇവിടെ ഒരു സോഫ വരുന്നുണ്ട്. പിന്നെ നമുക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ചെയറും ടേബിളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഫ്രൂട്ട്സൊക്കെ ഇതാ. ഇയാൾക്കത്തൊക്കെ ഫ്രിഡ്ജിലെടുത്ത് ചൂട്, ഫ്രിഡ്ജ് അവിടെ ഉണ്ടായിട്ട് ആകെ നല്ല അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മളെ കയ്യിൽ കുറേ ഗൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താ ഇവിടേക്ക് ഒരു ഡോറ്? ഗൈസ്, ഇത് ഗ്യാരേജാണ്. എന്തിനാ ഇയാൾക്ക് വെറുതെ വണ്ടി ഇല്ലാതെ വെറുതെ ഗ്യാരേജ് ഇട്ടണേ? ചിലപ്പോൾ പുറത്തും വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ടാവുക. ഗൈസ്, ഇതാ കിടക്കുന്നത് ഒരു താറ് കിടക്കുന്നുണ്ട്. പിന്നെ ഒരു ഹിമാലയനോ അങ്ങനത്തെ എന്തൊരു പോലെ വണ്ടി കിടക്കുന്നുണ്ട്. ഗൈസ്, നമ്മൾ GTA 5 ഉണ്ടാവണ മാതിരിക്കത്തെ ഡോഗും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഗൈസ്, ഡോഗ് നീറ്റ്. ഗൈസ്, ഈ ഡോഗ് നമ്മുടെ ബാക്കിൽ വരും. നമുക്ക് ഈ ഡോഗിനെ തിരിച്ച് അതിൻ്റെ അവിടെ തന്നെ കൊണ്ടുപോയി വെക്കാം. ഡോഗ് ഇവിടെ കിടന്നിട്ട് പിന്നെ നമുക്ക് വീടിൻ്റെ പുറത്തൊക്കെ ഒന്ന് പോയേക്കാം. അല്ല വേണം, നമുക്ക് താറെടുത്തിട്ട് ഗൈസ്, നമ്മുടെ താറിലെടുക്കാം. എൻ്റെ പൊന്നെ, താറിൻ്റെ ഉൾഭാഗ്യം കാണാൻ വലിയ രസമൊന്നുമില്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ താറ് കാണുന്നത്. നമുക്ക് ഇതിൻ്റെ പുറത്തൊക്കെ ഓരോരോ സ്ഥലങ്ങളിലായിട്ട് നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഗൈസ്, ആദ്യത്തെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഗൈസ്, ഇവിടെ എന്തൊരു കാറിൻ്റെ ചിഹ്നം എന്തെങ്കിലും കാണുന്നുണ്ട്. എന്തൊക്കെ അറിയില്ല, നമുക്ക് അവിടേക്ക് പോയേക്കാം ആദ്യം. ഗൈസ്, നമ്മൾ ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ പിന്നെ ലൊക്കേഷൻ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും GTA 5 പോലെ. ഇത് മൊത്തം ഒരു GTA 5 പോലത്തെ ഗെയിമാണ്. ഗൈസ്, നമ്മൾ നേരെ വണ്ടി എടുത്തിട്ട് ഗൈസ്, നമ്മുടെ ലൊക്കേഷൻ ഇതാണ് കാണിക്കുന്നത്. നമുക്ക് ലൊക്കേഷനെ റിമൂവ് ചെയ്യാം. നമ്മുടെ താറുകുട്ടനെ ഇവിടെ നിർത്തിടാം. നമുക്ക് തോന്നുന്നത് ഷോറൂമാണ്, കാരണം ഇവിടെ ഒരു കാറിൻ്റെ ചിഹ്നമൊക്കെ കാണിക്കുന്നുണ്ട്. ഗൈസ്, ഇതൊരു ഷോറൂം തന്നെ. ഗൈസ്, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാം. ഇവിടെ എന്താ പർച്ചേസ് എന്നൊക്കെ പറയണേ. നമുക്ക് ആദ്യം പോർഷ വേണ്ട. നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം ഒരു ഹയാബൂസ് എടുക്കാം. അല്ലെങ്കിൽ ഈ വണ്ടി എടുക്കണം, അതോ ഹയാബൂസ് എടുക്കണം? നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വണ്ടീനെ പർച്ചേസ് ചെയ്യാം. KTM RC ആണ് ഗൈസ്. ഗൈസ്, ഇവിടെ എന്താ അടിയിലൊരു ആരോ കാണിക്കുന്നത്? നമുക്ക് അതിനനുസരിച്ച് പോയേക്കാം. അല്ല, നമ്മളെ വണ്ടി ഇവിടെ ഗൈസ്, നമുക്ക് ബാക്കിലോട്ട് ഈ ആരോ കാണിക്കുന്നത്. ഗൈസ്, നമ്മുടെ വണ്ടി ഗൈസ് ഇവിടെ ഡെലിവറി അല്ലേ. പോപ്പറൊക്കെ അതാ പൊട്ടണേ. ഗൈസ്, സീനാണ് കേട്ടോ. ഈ ഗെയിം എല്ലാവരും കളിച്ചു നോക്കണം.
എനിക്ക് ഈ ഗെയിം ഇപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ട്. കാരണം അത്രയും ക്വാളിറ്റിയാണ് ഈ ഗെയിമിന് വരുന്നത്. ഓ സീന് ഗൈസ്. നമുക്ക് എന്തായാലും വേറെ അടുത്ത ലൊക്കേഷനിലോട്ട് പോവാം. ഇവിടെ എന്തൊരു മെക്കാനിക് വർക്ക്ഷോപ്പാണ് തോന്നുന്നത്. നമ്മൾ അവിടെ ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. നേരെ നമുക്ക് അവിടെ പോവാം. പിന്നെ ഈ താറിഞ്ഞിപ്പോൾ എന്ത് ചെയ്യുക? താറവിടെ കിടന്നു ആരും കൊണ്ടുപോകുന്നില്ല. നമ്മൾ ലോക്കൊക്കെ ആക്കിച്ചാണ്. ഓ ഗൈസ്, നമ്മൾ നേരെ പോവാണ്. ഇത് നമ്മളെ വീടിൻ്റെ അടുക്കണല്ലോ ലൊക്കേഷൻ കാണിക്കണം. അല്ല ഇത് വേറെ ലൊക്കേഷനാണ്. നമ്മളെ വീട് അവിടെയാണ്. ഓ ഗൈസ്, ഈ ഏഴിൽ ബസ്സൊക്കെ പോകുന്നു ഇട്ടിടാ. സാധാരണ ഇന്ത്യൻ ബൈക്ക് ഗെയിമിലാണെങ്കിൽ ആൾക്കാർ ലംബോർഗിനി, ഫെറാറി, ഔട്ടി, അതൊക്കെ ബുഗാട്ടി അതൊക്കെ യൂസ് ചെയ്തിട്ട് ആൾക്കാർ പോകുള്ളൂ. ഓ ഗൈസ്, നമ്മുടെ ഏകദേശം സ്ഥലം എത്താനായിരുന്നു തോന്നുന്നത്. അപ്പം നമുക്ക് ലൊക്കേഷൻ റിമൂവ് ചെയ്യണം. ഓ ഗൈസ്, നമ്മളെ GTA 5 ബെന്നിൻ്റെ വർക്ക്ഷോപ്പില്ലേ, അത് തന്നെ സാധനം. ബെന്നിൻ്റെ അതേ വർക്ക്ഷോപ്പ്. ഇത് ബെന്നിൻ്റെ കടയാണോ? അല്ല ഗൈസ്, ബെന്നിൻ്റെ വർക്ക്ഷോപ്പിലവിടെ ബെന്നിന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഇതിൽ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. ബോഡി കളർ, ഗ്ലാസ് കളർ, ഹോണ്, വീല്, സ്റ്റിക്കർ, ബ്രേക്സ്, നൈട്രോ, സ്മോക്ക് കളർ. നമുക്ക് ആദ്യം തന്നെ ബോഡി കളറ് മാറ്റണം. ഓ ഗൈസ്, പ്രശ്നമില്ല. നമുക്ക് തൽക്കാലം ഇപ്പോൾ ബോഡി കളർ ഈ ഓറഞ്ചിൻ്റെ കൊടുത്തേക്കാം. ഇതാണ് രസം. ഗൈസ്, നമുക്കിവിടെ സ്റ്റിക്കർ വരുന്നുണ്ട്. സ്റ്റിക്കർ ഓ ഗൈസ്, ഒരു ബുള്ളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റെഡ് ബുള്ള് അങ്ങനെ വേണം. നമുക്ക് ഫ്രണ്ടിൽ എന്തായാലും സ്റ്റിക്കർ വേണ്ട. നമുക്ക് സൈഡിലോട്ട്, ലെഫ്റ്റ് സൈഡിൽ. ഓ ഗൈസ്, സീന് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് ഇതിൻ്റെ സൈഡിൽ എന്തെങ്കിലും ഒട്ടിക്കാം. അതുപോലെ റൈറ്റ് സൈഡിൽ ഒരു ഒട്ടിക്കാം. ഇവിടെ ഒരു ബുള്ളിന്. ഓക്കെ, സെറ്റായി. സ്മോക്ക് കളറൊന്നും വേണ്ട നമുക്ക്. ബ്രേക്ക് ഇച്ചിരി സ്പോർട്സ് ബ്രേക്ക് ആക്കാൻ. നൈട്രോ ഇൻസ്റ്റാൾ നൈട്രോ. ഓക്കെ, നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാം. നമുക്ക് വണ്ടി എടുക്കാം. നമുക്ക് അടുത്ത ലൊക്കേഷൻ മാർക്ക് ചെയ്യാം. അടുത്ത ലൊക്കേഷൻ വരുന്നത് ഇവിടെ അങ്ങനെ മാറ്റി വെച്ചോ. ഓ ഗൈസ്, ഇവിടേക്കൊക്കെ മാപ്പുണ്ട്. ഇവിടെ എന്താ ഗൈസ്, ഒരു ഫ്ലൈറ്റ് കണ്ട് മിക്കവാറും അത് എയർപോർട്ടാവും. ഇത്രയും ദൂരമുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും അവിടേക്ക് പോവാം. നേരെ വേണ്ടിയെടുക്കാം. ഇപ്പം നമ്മളിതിൽ നൈട്രോ ആഡ് ആക്കിയുണ്ട്. നമുക്ക് സീന് പറപ്പിച്ചിട്ട് പോവാം. ഓ ഗൈസ്, സെറ്റ്. നമ്മൾ നേരെ അങ്ങോട്ടപ്പോൾ പോണേ. അപ്പോൾ ഗൈസ്, വീഡിയോ ഒന്ന് കട്ടാക്കാണ്. അവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് നിൽക്കാം. ഓ ഗൈസ്, ഫൈനലി നമ്മൾ പറഞ്ഞ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഗൈസ്, ഇതെന്തൊരു വില്ലേജാണ് ലൊക്കേഷൻ കാണിക്കുന്നത്. ഗൈസ്, ഇവിടെ എന്തൊക്കെയോ ഉണ്ട്. ഓ ഗൈസ്, ഇതാണ് ഇവിടുത്തെ എയർപോർട്ട്. നമുക്ക് ലൊക്കേഷൻ കളിഞ്ഞേക്കാം. ഓ ഗൈസ്, ഇതാണ് ഇവിടുത്തെ എയർപോർട്ട് തോന്നുന്നത്. എന്തൊരു ചെറിയ എയർപോർട്ടാണ് ഗൈസ്. ആകെ 3 വീട് പോലത്തെ സാധനമുണ്ട്. അത് മാത്രമേ ഇതിലുള്ളൂ. വേറെ ഒന്നും ഇതിൽ കാണുന്നില്ല. അപ്പം എന്തായാലും നമുക്ക് അടുത്ത ലൊക്കേഷൻ നോക്കാം. അടുത്ത ലൊക്കേഷൻ ഏകദേശം കാണിക്കുന്ന ഒരു വീട് മരിക്കത്താണ്. അത് നമ്മളെ വീടല്ല. നമ്മളെ വീട് ഏകദേശം വരുന്നത് ഈ ഒരു സൈഡിലായിട്ടാണ്. നമുക്ക് ആ ലൊക്കേഷൻ തന്നെ പോവാം. ഗൈസ്, ഇവിടുന്ന് നമുക്ക് നേരെ വേണ്ടി ബൂസ്റ്ററിട്ട് പാട്ടപ്പിച്ചിട്ട് പോവാം. അപ്പോൾ ഗൈസ്, നമുക്ക് അവിടെ എത്തുന്ന വരെ നമുക്ക് വീഡിയോ കട്ടാക്കിയേക്കാം. ഓ ഗൈസ്, ഫൈനലി ആ ലൊക്കേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഓ ഗൈസ്, ഇതൊരു വില്ലേജാണ് ഗൈസ്. ഞാൻ വിചാരിച്ചേ നമുക്ക് വേറെ വീടുണ്ട് എന്ന്. ഓ ഗൈസ്, ഇത് വില്ലേജ് തന്നെയാണ്. എമ്മാതിരി വില്ലേജ്. നമുക്ക് വണ്ടി ഇവിടെ നിർത്തിയേക്കാം. ഒന്ന് ചളിയിലിട്ട് വരട്ടെ വണ്ടി. ഓ ഗൈസ്, അപ്പോൾ ഇത്ര ലൊക്കേഷൻ മാത്രമേ ഈ ഒരു ഗെയിമിലുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഗെയിമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.